ഒരായുസ്സ് നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേകം നഷ്ടങ്ങളും കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ടത് തള്ളിക്കളഞ്ഞ് നാം ജീവിക്കേണ്ടതിനല്ല, നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുത്ത് പിന്നെയും ശക്തി പ്രാപിച്ച് ജയാളിയായി ജീവിക്കേണ്ടതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതെ, നാം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് പലപ്പോഴും ദുഃഖിക്കുകയും പരിതപിക്കുകയും നിരാശപ്പെടുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. പലപ്പോഴും ദൈവം തന്നിരിക്കുന്ന സന്തോഷം, സമാധാനം, സംതൃപ്തി, ആശ്വാസം ഇവയൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് പലപ്പോഴും നാം പരിതപിക്കാറില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി പിന്നെയും നാം ജാഗരിക്കാറില്ല. എന്നാൽ ദൈവസന്നിധിയിൽ വളരെ ആകാംക്ഷയോടും തീവ്രതയോടും കൂടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് നഷ്ടപ്പെട്ടതിനെ ദൈവമേ മടക്കി തരണമേ. അപ്രകാരം ദൈവസന്നിധിയിൽ അഭയയാചന കഴിക്കുന്ന ഏതൊരു ദൈവവൈതലിനും നഷ്ടങ്ങളെ, കഷ്ടങ്ങളെ, പ്രയാസങ്ങളെ നന്മയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. തുള്ളനും വെട്ടിക്കിളിയും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞ കാലങ്ങൾ ദൈവം മടക്കി തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അത്തിവൃക്ഷം ഫലം കായ്ക്കാത്ത കാലം, മുന്തിരിവള്ളിയിൽ നന്മ ലഭിക്കാത്ത കാലം, ഗോശാലകളിൽ കന്നുകാലികൾ ഇല്ലാതെയായി പോകുന്ന കാലം, ഇതിൻ്റെ നടുവിൽ രക്ഷയ്ക്കായി, ദൈവിക നന്മയ്ക്കായി കാത്തിരിക്കുന്ന ദൈവഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അതെ, ശത്രു പലപ്പോഴും കവർന്നെടുക്കുന്ന അവകാശങ്ങളെ, അല്ലെങ്കിൽ കൊയ്തുകൊണ്ടു പോകുന്ന നന്മകളെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം അവകാശത്തിനു വേണ്ടി പോരാടുന്ന പഴയ നിയമഭക്തന്മാരെയും പുതിയ നിയമഭക്തന്മാരെയും ദൈവവചനത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ദൈവം നോക്കി പലരെയും ശക്തീകരിക്കുകയും ദൈവകൃപ പകരുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വിലാപങ്ങളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം 21-ാം വാക്യം, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെയുള്ള ഒരു നല്ല കാലം മടക്കി തരണമേ. നാം മടങ്ങി വരണമെങ്കിൽ ദൈവം നമ്മളെ മടക്കി വരുത്തണം. ദൈവം എന്തെങ്കിലും വഴിയോ മുഖാന്തരങ്ങളോ ഒരുക്കാതെ പലതും നമ്മുടെ ജീവിതത്തിൽ തുറന്നു വരികയില്ല. അതെ, ഇന്നെന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, നഷ്ടബോധത്തെ ഓർത്ത് നാം ദുഃഖിച്ച് കരഞ്ഞ് ജീവിക്കാതെ ദൈവം തന്നിരിക്കുന്ന അവകാശങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവിക നന്മയ്ക്കായി, ദൈവിക